ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സോൾഡ് ഔട്ട് ഓൺ യു എന്ന റൊമാൻറ്റിക് കോമഡി സീരീസിലെ എപ്പിസോഡ് 1. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നാപ്റ്റോൾ പോലുള്ള HIT എന്ന ഹോം ഷോപ്പിങ്ങിന്റെ ആഡ് ഷൂട്ട് നടക്കുന്നതാണ്. അവിടുത്തെ പ്രധാന അവതാരകയാണ് നമ്മുടെ നായിക ഡാമേജിൻ, അതായത് ഹോം ഷോപ്പിംഗ് ചാനലിലെ ഏറ്റവും വിജയകരമായ അവതാരക, എന്ത് വിൽക്കാനും കഴിവുള്ളവൾ. എന്നാൽ ഇന്ന് ഷൂട്ടിംഗ് ദിവസം ഏജിനെ വിളിച്ച് കിട്ടാതെ വരികയും പകരം മറ്റൊരു ഹോസ്റ്റ് വാഷിംഗ് ഗ്ലൗസിന്റെ ലൈവ് പോകുമ്പോൾ അവരുടെ പ്രൊഡക്ട്സിന് റീച്ച് കിട്ടാതെ വരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ടീമംഗങ്ങൾ നിൽക്കുമ്പോൾ കൊറിയയിലെ തന്നെ വളരെ ഉയരമുള്ള ഒരു ബിൽഡിംഗിലെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന വർക്കേഴ്സിനൊപ്പം ഏജൻ ലൈവ് വരുന്നു. ഗ്ലൗസ് ഉപയോഗിച്ച് ആ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന്റെ ഡെമോ കണ്ട് അവർക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുകയും മിനിറ്റുകൾക്കുള്ളിൽ അതെല്ലാം സോൾഡ് ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും നമ്മുടെ നായകനെ കാണിക്കുന്നു. ഗ്രാമത്തിൽ താമസിക്കുന്ന അപൂർവ കൂൺ കൃഷി ചെയ്യുന്ന കർഷകൻ. പുറമേ കടുപ്പമുള്ള ആളായി തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ കരുതലുള്ളവനാണ് മാത്യു ലീ. രാവിലെ ഓടാൻ പോയി വരുന്ന മാത്യുവിനെ അവിടെ ചോളം വിൽക്കാനിരിക്കുന്ന അമ്മമാർ പിടിച്ചു നിർത്തുകയും തങ്ങളുടെ വളർത്തുനായ ചാങ്സിങ്ങിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ രാവിലെ വരുന്നതെന്നും പറയുന്നു. അവർ മാത്യുവിനെ മെച്ചൂരി എന്ന് വിളിക്കുമ്പോൾ അവൻ ആ പേര് തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും ആ പേര് തന്നെ വിളിക്കുന്നുണ്ട്. അവൻ പോകുന്നേരം അവർ നിർബന്ധിച്ചവന് ചോളം കൊടുത്തു വിടുന്നുണ്ട്. അന്നേരമാണ് ഗ്രാമത്തിലെ 2 പേർ വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും തങ്ങളുടെ വൈഫൈ ശരിയാക്കണമെന്നും പറയുന്നത്. അവൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നേരം കുറെ അമ്മമാർ അങ്ങോട്ടേക്ക് TV കാണാൻ വരുന്നത് കണ്ട് വേറെ വഴിയില്ലാതെ അവനത് ശരിയാക്കി നൽകുന്നു. അവനെ കൊണ്ട് ഫാമിലെ പശുവിന്റെ പ്രസവം എടുപ്പിക്കൽ, വിറക് വെട്ടൽ, കിംചി ഉണ്ടാക്കൽ, അങ്ങനെ എല്ലാ പണിയും എടുപ്പിക്കുന്നുണ്ട്. അതായത് ഗ്രാമത്തിലെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കഥാനായകനാണ്. അവൻ ആദ്യം തനിക്ക് അതിന് കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ വിഷമത്തോടു കൂടി മെച്ചൂരി എന്ന് വിളിക്കുമ്പോൾ അവൻ മറ്റൊന്നും പറയാനാവുന്നില്ല. ശേഷം കാണിക്കുന്നത് ഏജൻ തന്റെ കാമുകനായ ഡോക്ടർ യൂസോക്കിനെ കാണാൻ റെസ്റ്റോറന്റിലേക്ക് എത്തുന്നു. എന്നാൽ അവൾ താമസിച്ചു വരുന്നതിൽ ദേഷ്യം വന്നിരിക്കുന്ന കാമുകൻ അവളെ കണ്ടപ്പോൾ അതൊക്കെ മറന്ന് അവൾ കാണാൻ ആഗ്രഹിച്ച പ്രോഗ്രാമിന്റെ ടിക്കറ്റ് അവൾക്ക് നൽകുമ്പോൾ തനിക്ക് നാളെ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഉടൻ തന്നെ ഓഫീസിലേക്ക് പോകണമെന്ന് പറയുന്നത് കേട്ട് അവൻ നിരാശയിലാകുന്നു. വീണ്ടും അവൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവൻ സ്റ്റീക്ക് കട്ട് ചെയ്യാൻ തന്ന കട്ട്ലറീസിലും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിലുമായിരുന്നു. താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ യൂസോക്ക് നമുക്ക് പിരിയാമെന്നും നീ നിന്റെ പേഴ്സണൽ ലൈഫിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ ജോലിയെ തന്നെയാണ്, അതുകൊണ്ട് അതിനെ തന്നെ നീ പ്രണയിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. റെസ്റ്റോറന്റിൽ നിന്നും തിരികെ പോകാൻ നേരം ഏജന്റ് നേരെ റിസപ്ഷനിസ്റ്റിനോട് അവൾ നോക്കിക്കൊണ്ടിരുന്ന ആ കട്ട്ലറീസിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയും പിന്നീട് ഓഫീസിലെത്തി അസിസ്റ്റന്റ് ഹോമിനോട് ഇക്കാര്യം പറഞ്ഞ് അടുത്ത പ്രൊഡക്റ്റ് ഇത് തന്നെ ലോഞ്ച് ചെയ്യാമെന്നും ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ വരും നേരം എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ടോപ്പ് സെല്ലേഴ്സിൽ 1ാം സ്ഥാനത്ത് ജിയോൺ ആണെന്നും 2ാം സ്ഥാനത്ത് താനാണെന്നും ഉള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജിയോൺ എത്തുന്നത്. അവർ കോസ്മെറ്റിക് പ്രോഡക്ട്സ് പ്രൊമോഷൻ ചെയ്യുന്ന ഹോസ്റ്റാണ്. അവർക്ക് തന്റെ ജൂനിയറായ ഏജന്റ് ഇത്രയും സക്സസ്ഫുൾ ആയി വളർന്നു വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അന്നേരമാണ് ഏജന്റ് ഫ്രണ്ടും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഇയോം വരുന്നത്. പിന്നീട് അവർ രണ്ടാളും കൂടിയിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ താൻ ബ്രേക്കപ്പ് ആയി എന്ന് ഏജന്റ് പറയുന്നത് കേട്ട് നിന്നെ അയാൾ ഉപേക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ എല്ലാവരും ജോലി കഴിഞ്ഞ് അതിന്റെ സ്ട്രെസ് മാറ്റാനായി എന്തെങ്കിലും ഹോബീസിലോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രണയവുമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യും. എന്നാൽ നിനക്ക് വർക്ക് മാത്രമാണ് നിന്റെ മുൻപിലുള്ളത്. നമ്മൾ മനുഷ്യന്മാർ എല്ലാവരും നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. പക്ഷെ നിന്റെ ജീവിതമോ ജോലി മാത്രമാണെന്ന് പറയുന്നത് കേട്ട് അത് ആലോചിച്ച് തിരികെ നടന്നു വരികയാണ് ഏജൻ. തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് തന്റെ കാമുകിയോടൊപ്പം സമയം പങ്കുവെക്കാൻ എത്തിയ യൂസോക്ക് പറഞ്ഞ വാക്കുകളും ഏജൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയ അവൾ താൻ സെല്ല് ചെയ്ത പ്രൊഡക്ട്സിനൊപ്പം ഇന്നെടുത്ത കട്ട്ലറീസും കൊണ്ടുവച്ച് വെള്ളം കുടിക്കാൻ നേരം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കുറെ ഫുഡ് കൊണ്ടുവച്ചിരിക്കുന്നതും വാഷ് ബേസിൽ ഉണ്ടായിരുന്ന പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുന്നതും കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റിക്ക് നോട്ട് എടുത്തു നോക്കുമ്പോൾ ആരോഗ്യമാണ് ഏറ്റവും വലുത്, എത്ര തിരക്കാണെങ്കിലും ഇതെല്ലാം കഴിക്കണം എന്നതിൽ അച്ഛൻ എഴുതിയിരിക്കുന്നത് അവൾ വായിക്കുന്നു. ഫ്രഷായി വന്ന ഏജന്റ് വീണ്ടും തന്റെ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുകയും തന്റെ പ്രൊഡക്ട്സിനെ പറ്റി പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതേ സമയം മഷ്റൂം ഫാമിൽ നിന്നും വരുന്ന മാത്യു ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം പുസ്തകമൊക്കെ വായിച്ച് ഉറങ്ങാനായി കിടക്കുന്നു. അപ്പോഴും ഏജന്റ് തന്റെ പുതിയ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഉറക്കക്കുറവുള്ളത് കൊണ്ട് തന്നെ ഏജന്റ് സ്ലീപ്പിംഗ് പിൽ കഴിച്ച് കിടക്കുന്നുണ്ടെങ്കിലും എന്തോ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടിയുണരുന്നു.
അപ്പോഴേക്കും രാവിലെ ആകുന്നു. മാത്യുവിന് ഗോങ്ജോങ് ബയോയിലെ കാങ് പുതിയൊരു ട്രാക്ടർ വാങ്ങിക്കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്ന് പറയുന്നത് കേട്ട് നീ തിരികെ വരാനുള്ള ഭാവമില്ലേ എന്ന് അവനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് മാത്യു ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് തന്റെ പുതിയ ഹെയർ ടൂളിന്റെ ഷൂട്ടിനായി ഏജിൻ എത്തുന്നുണ്ട്. ഇതേ സമയം അവിടെ വിഷമിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് ഹോങ്ങിനെ കണ്ട് ഇയോങ് കാര്യം തിരക്കുമ്പോൾ ശനിയാഴ്ചയുള്ള നമ്മുടെ പ്രൈം ഷോയ്ക്ക് പകരം ജിയോണിന്റെ ഷൂട്ടിനായാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഷൂട്ടിനായി ഏജന്റ് റെഡിയായി നിൽക്കുമ്പോഴാണ് ജിയോൺ അങ്ങോട്ടേക്ക് എത്തുന്നതും ഇന്ന് പ്രൈം ഷോയിൽ ഞങ്ങളുടെ ബ്യൂട്ടി സോങ് എന്ന ബ്രാൻഡിന്റെ കോമ്പാക്ട് പൗഡറിന്റെ പ്രൊമോഷൻ പ്രോഗ്രാമാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള സത്യം അവളോട് പറയുന്നു. അന്നേരം തന്നെ കോസ്മെറ്റിക് പ്രൊമോട്ട് ചെയ്യുന്ന സോങ്മിൻ എന്ന അവതാരകയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്കും ഏജിനോട് വലിയ താല്പര്യമില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ നിന്നും ദേഷ്യവും വിഷവും വന്ന് ഇറങ്ങുന്ന ഏജിൻ നേരെ പോകുന്നത് ഡയറക്ടറുടെ അടുത്തേക്കാണ്. തന്നോട് പറയാതെ 3 മാസമായി 180% വളർച്ചയുള്ള ഞങ്ങളുടെ പ്രോഗ്രാം എന്തിനു മാറ്റി എന്ന് ഏജിൻ ചോദിക്കുമ്പോൾ ഷോയിൽ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആണ് പോകേണ്ടത്, അല്ലാതെ ബെസ്റ്റ് സെല്ലിംഗ് ഹോസ്റ്റിന്റെ പ്രോഗ്രാം അല്ല പോകേണ്ടത്. പോരാത്തതിന് ബ്യൂട്ടി പ്രൊഡക്ട്സിൽ നിന്നുമാണ് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത്. ലാറ്റിയോൾ എന്ന ബ്യൂട്ടി ബ്രാൻഡിന്റെ കോൺട്രാക്ട് നമുക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യണമെന്നും ഡയറക്ടർ പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു കോസ്മെറ്റിക്സ് ഒന്നും ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല എന്ന്. നിങ്ങളത് മറന്നുപോയതായിരിക്കും. ഞാൻ ലാറ്റിയോളിനേക്കാളും നല്ലൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാമെന്നും ഏജന്റ് പറയുന്നത് കേട്ടിട്ടും ഡയറക്ടർ അതിന് സമ്മതിക്കാതിരിക്കുകയും പോരാത്തതിന് ലാറ്റിയോൾ എന്ന ഫ്രഞ്ച് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രൈം ഷോ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഡയറക്ടർ അവളോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ലാറ്റിയോളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എറിക് ഫ്രാൻസിൽ നിന്നും റോ മെറ്റീരിയൽ സപ്ലയർ ആയ ഗോങ്ജോക് ബയോയുടെ ഡയറക്ടറായ കാങ്ങിനെ കാണാനായി എത്തുന്നതാണ്. തങ്ങൾ നൽകിയ പ്രൊപ്പോസ് കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ മാത്യു അത് വായിച്ച് വേസ്റ്റ് ബിന്നിലിട്ട ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. എന്നും വാങ്ങുന്നതിന് 5 ഇരട്ടിയോളം റോ മെറ്റീരിയൽസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറുന്നു എന്ന് കാങ് എറിക്കിനോട് പറയുന്നുണ്ട്. തിരികെ വരുന്നേരം എറിക് തന്നെ അസിസ്റ്റന്റ് കം ഡ്രൈവറോട് കാങ്ങിന്റെ സംസാരത്തിൽ നിന്നും അയാൾ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നത് പോലെ തോന്നിയെന്ന് പറയുമ്പോൾ ഞാൻ ഗോങ്ജോക് ബയോയെ പറ്റി കൂടുതൽ അന്വേഷിക്കാമെന്നും നിങ്ങളുടെ സഹോദരി മിഷേൽ വന്ന കാര്യം നടന്നു എന്നുള്ള ടെൻഷനിലാണെന്നും പറയുന്നു. പിന്നീട് ജിയോണിന്റെ പ്രൈം ഷോ കണ്ടിരിക്കുന്ന ഏജിൻ തൊട്ടടുത്തിരിക്കുന്ന ആ ഹോസ്റ്റിനെ കണ്ട് പഴയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോങ്മിൻ എന്ന ആ ഹോസ്റ്റ് അവളുടെ അമ്മ തന്നെ ആയിരുന്നു. അവളുടെ കരിയറിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അമ്മയോടൊപ്പമാണ് അവൾ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അതിലൊരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും എന്നാൽ അത് മറ്റുള്ളവരിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കിയത് കാരണം നേരിട്ടും അല്ലാതെയും അവൾ ഒരുപാട് ആക്രമിക്കപ്പെട്ടു. ആ പഴയ ഓർമ്മകളിലൂടെ കടന്നുപോയ ഏജൻ വീട്ടിലെത്തിയപ്പോഴേക്കും വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അവൾ രാപ്പകൽ ഇല്ലാതെ വീണ്ടും അധ്വാനിക്കുകയും അവളുടെ കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾക്ക് പ്രോപ്പറായി ഒന്ന് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഉറക്ക ഗുളിക കഴിച്ചാണ് അവൾ ഓരോ ദിവസവും ഉറങ്ങാനായി ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഓവർഡോസായി ഗുളിക കഴിച്ച് അവൾക്ക് ഓരോരോ സൈഡ് എഫക്റ്റ് വരാനായി ആരംഭിച്ചിരുന്നു. ഉറക്കക്കുറവുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഹാലൂസിനേഷനും പഴയ ഓർമ്മകളിലേക്കുമെല്ലാം പോകുന്നത് പതിവായി. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പോലും ഈ ഉറക്കക്കുറവിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ, അല്ലാതെ മരുന്ന് കൊണ്ട് മാത്രം ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കില്ല എന്ന് ഡോക്ടർ അവളോട് പറയുന്നുണ്ട്. പിന്നീട് മാത്യു മാസ്ക് വെച്ച ഒരു കൊച്ചു പെൺകുട്ടിയെ പിക്ക് ചെയ്യാൻ വരുന്നത് കാണിക്കുകയും പിന്നീട് അവിടെ നിന്നും കട്ട് ചെയ്താൽ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന ഏജിനടുത്തേക്ക് ഇയോം എത്തുകയും ലാറ്റിയോളിന്റെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കാൻ പറയുകയും ടീം അംഗങ്ങൾക്ക് വേണ്ടി അതിനായി നിന്നെ തന്നെ നീ ഫോഴ്സ് ചെയ്യേണ്ട എന്നും നിന്റെ കഴിവിൽ നിനക്ക് തന്നെ വിശ്വാസം വരണമെന്നും പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നീട് ഏജന്റ് എറിക്കിന്റെ മാനേജറെ കോണ്ടാക്ട് ചെയ്യുകയും എറിക്കിനെ കാണണമെന്നും ആവശ്യപ്പെടുമ്പോൾ ഇതറിയുന്ന എറിക് കോൺട്രാക്ട് റിന്യൂവലിന്റെ കാര്യം നമുക്ക് പിന്നെ ചെയ്യാം, ഇപ്പോൾ ഏജിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയി അവളെ കാണാനായി വരുന്നു. അവൻ ആ പ്രൊപ്പോസൽ വായിക്കുന്നതിലും കൂടുതൽ അവളെ ആയിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. തങ്ങളുടെ HIT ഷോപ്പിംഗ് ബ്രാൻഡ് കഴിഞ്ഞ വർഷങ്ങളിലായി ലാറ്റിയോളിന്റെ പ്രൊമോഷനിൽ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നെങ്കിലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് പറയുന്നത് കേട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എറിക്ക് പറയുമ്പോൾ മാനേജർ ഒന്ന് ഞെട്ടുന്നു. ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഏജനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. തങ്ങൾക്കൊരു കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യാനുണ്ട്, അതിന്റെ പണി ഓക്കെ ആക്കി തന്നാൽ ലാറ്റിയോളിന്റെ പ്രൊമോഷൻ വർക്ക് എല്ലാം തന്നെ നൽകാമെന്ന് എറിക്ക് സമ്മതിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം
ഞാൻ തന്നെ ഏറ്റെടുത്ത് റിസോൾവ് ചെയ്തോളാം എന്ന് ഏജനും വാക്കു നൽകുന്നു. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് നിങ്ങൾ ഗോങ്ജോക് ബായുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായി സംസാരിക്കുക. ഞാൻ റോ മെറ്റീരിയൽസ് നൽകുന്ന ഫാം ഓണറെ നമ്മുടെ വശത്താക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വില പേശാമെന്നും ഏജന്റ് പറയുന്നു. കൂടാതെ അവർ നമ്പരും ഷെയർ ചെയ്യുന്നു. വീട്ടിലെത്തുന്ന ഏജന്റ് ഗോങ്ജോക് ബായുടെ റോ മെറ്റീരിയൽസ് ആയ വൈറ്റ് ഫ്ലവർ നൂറി മഷ്റൂമിനെ പറ്റി പഠിക്കുന്നു. അങ്ങനെ അവൾ ഫാം ഓണറെ കാണാനായി ഡോക്പാങ് വില്ലേജിലേക്ക് പോകുന്നുണ്ട്. പാടത്തിനിടയിലെ നടുവിലൂടെയുള്ള ആ ചെറിയ വഴിയിലൂടെ അവൾ കാർ ഓടിച്ചു വരുമ്പോൾ എതിർവശത്ത് ട്രാക്ടർ ഓടിച്ച് നമ്മുടെ കഥാനായകൻ മാത്യു വരുന്നുണ്ടായിരുന്നു. ഒരേ സമയം 2 വണ്ടികൾക്ക് ആ റോഡ് വഴി പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഏജന്റ് മാത്യുവിനോട് വണ്ടി മാറ്റാൻ പറയുമ്പോൾ ട്രാക്ടർ റിവേഴ്സ് പോകില്ല, ഇത് കുഴിയിൽ വീഴുമെന്ന് പറയുകയും ഏജന്റിനോട് പുറകോട്ടെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പരസ്പരം വഴക്കിട്ട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഏജന്റിനെയും മാത്യുവിനെയും കാണിച്ചാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.